നമസ്കാരം. വിദ്യാഭ്യാസത്തെ എങ്ങനെയൊക്കെ കച്ചവടമാക്കാമെന്നുള്ള ശ്രമമാണോ എറണാകുളം മഹാരാജാസ് കോളേജ് അധികൃതർ കാണിക്കുന്നത് എന്ന് തോന്നിപ്പോകും അവരുടെയൊക്കെ ചില സമയത്തെ പ്രവർത്തനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ. ആർഷയെ പോലെ ഒരു പീറച്ചെറുക്കന് മുന്നിൽ മഹാരാജാസ് കോളേജ് അധികൃതർ പേടിച്ചിരിക്കുകയാണോ എന്ന് പറഞ്ഞാൽ തന്നെ വെറും നാണക്കേടാണ്. ആർഷ ആരെന്നാണ് ആർഷയുടെ വിചാരം? ഒരു പീറ തുക്കട വിദ്യാർത്ഥി സംഘടനയായ SFIയുടെ ഒരു നേതാവ്. വിദ്യാർത്ഥികളുടെ അവകാശം സംരക്ഷിക്കാൻ വേണ്ടി രൂപീകരിച്ച വിദ്യാർത്ഥി സംഘടന എന്ന് നമ്മൾ പറയുമെങ്കിലും യഥാർത്ഥത്തിൽ SFI എന്നത് ഇടതുപക്ഷത്തിന്റെ ഒരു ഗുണ്ട ഗാങ്സ്റ്റർ തന്നെയാണ്. മനുഷ്യന്റെ നെഞ്ചത്ത് കത്തികുത്തി കയറ്റി സ്ത്രീകളെ അതിക്രൂരമായി ഉപദ്രവിക്കുന്ന, ആണുങ്ങളെ കണ്ടാൽ തലയും കൈയും ഉടലും ഒക്കെ വെട്ടിമാറ്റുന്ന ഒരു ഗുണ്ട പ്രവർത്തനം. അവർക്ക് അങ്ങനെ പെരുമാറാൻ അറിയൂ, അങ്ങനെ അവരുടെ നേതാക്കൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. SFI എന്ന സംഘടന തന്നെ കോളേജിനും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനും ഒരു ഭീഷണിയാണ്, ഒരു അപകടമാണ്. അത് എന്നും എപ്പോഴും എല്ലായ്പ്പോഴും. നിലവിൽ മഹാരാജാസ് കോളേജിന്റെ പേരും പെരുമയും നശിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് നിലവിൽ മാനേജ്മെന്റ് തന്നെ നടത്തുന്നത്. BA പരീക്ഷ പാസ്സാകാത്ത SFI നേതാവ് PM ആർഷയ്ക്ക് MA പ്രവേശനം നൽകി, അതായത് PGക്ക് പ്രവേശനം നൽകി കഴിഞ്ഞു എറണാകുളം മഹാരാജാസ് കോളേജ്. മതിയായ യോഗ്യതയില്ലാതെ ഇടത് വിദ്യാർത്ഥി നേതാവിനെ ആർക്കിയോളജി ഇന്റഗ്രേറ്റഡ് PG കോഴ്സ് പഠിക്കാൻ അനുവദിച്ച തീരുമാനത്തിനെതിരെ ഗവർണർക്കും MG സർവകലാശാല ചാൻസലർക്കും അതുപോലെ കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർ എന്നിവർക്ക് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി പരാതി നൽകി കഴിഞ്ഞിരിക്കുകയാണ്. ബിരുദ യോഗ്യത നേടാനുള്ള 6ാം സെമസ്റ്റർ പാസ്സാകാതെയാണ് PGക്ക് തതുല്യമായ 7ാം സെമസ്റ്ററിലേക്ക് ആർഷയ്ക്ക് പ്രവേശനം നൽകിയത്. ഗവർണർ ഭാഗത്ത് നിന്ന് നിർണായകമായ ഒരു നടപടി ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം SFI എന്ന ഉഡായിപ്പ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ പറ്റി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് അറിയാവുന്ന കാര്യമാണ്. 5ഉം 6ഉം സെമസ്റ്റർ പരീക്ഷ എഴുതുന്നതിന് 75% ഹാജർ വേണമെന്നിരിക്കെ 10% ഹാജർ മാത്രമുള്ള ആർഷയ്ക്ക് 6ാം സെമസ്റ്ററിൽ പ്രവേശനം നൽകിയത് നേരത്തെ തന്നെ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. 6ാം സെമസ്റ്റർ പരീക്ഷ പോലും എഴുതാത്ത ആർഷയ്ക്ക് പ്രിൻസിപ്പൽ ഡോക്ടർ S ശൈലജ ബീവിയുടെ നിർദ്ദേശപ്രകാരം MA പഠിക്കാൻ അനുവാദം നൽകിയതിനെതിരെയാണ് ആരോപണം ഇപ്പോൾ പുറത്തു വന്നത്. 120 ക്രെഡിറ്റ് ലഭിക്കാതെ 7ാം സെമസ്റ്ററിലേക്ക് പ്രവേശനം നൽകുവാൻ പാടില്ലെന്ന വ്യവസ്ഥ മറികടന്നാണ് ശൈലജ ബീവിയുടെ തീരുമാനം. യൂണിവേഴ്സിറ്റി അംഗീകരിച്ച റെഗുലേഷൻ പ്രകാരം എല്ലാ സെമസ്റ്ററിനും 75% ഹാജരുള്ളവർക്ക് മാത്രമേ പരീക്ഷ എഴുതാൻ അർഹതയുള്ളൂ. ജൂണിന് മുമ്പ് എല്ലാ പരീക്ഷകളും നടത്തി ഫലപ്രഖ്യാപനം നടത്തണമെന്ന് സർക്കാർ ഉത്തരവുണ്ടായിരുന്നു. എന്നാൽ ആർഷോ പഠിക്കുന്ന ആർക്കിയോളജി ബിരുദ പരീക്ഷ ഒഴികെ ബാക്കി എല്ലാ പരീക്ഷകളും കോളേജ് നടത്തി. തുടർന്ന് ആർക്കിയോളജി 6ാം സെമസ്റ്റർ പരീക്ഷ നടത്താതെ 6ാം സെമസ്റ്ററിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും PGക്ക് പ്രവേശനം നൽകി. അതായത് പരീക്ഷ എഴുതാത്ത തന്നെ എല്ലാ വിദ്യാർത്ഥികളെയും പാസ് മാർക്കിട്ട് ജയിപ്പിച്ചു വിട്ടു. ഇതിനോടൊപ്പം പരീക്ഷ എഴുതാൻ പോലും യോഗ്യതയില്ലാത്ത ആർഷയ്ക്ക് PG പഠനത്തിന് അവസരമൊരുക്കുകയായിരുന്നു. SFI സംസ്ഥാന സെക്രട്ടറിക്ക് PG ക്ലാസ്സിലേക്ക് പ്രവേശനം നൽകാൻ വേണ്ടിയായിരുന്നു ആർക്കിയോളജി അവസാന ബിരുദ പരീക്ഷ മാത്രം നടത്താതിരുന്നത് എന്ന ആരോപണമാണ് നിലവിൽ ശക്തമായി ഉയരുന്നത്. മഹാരാജാസ് സ്വയംഭരണാവകാശമുള്ള കോളേജ് ആയതുകൊണ്ട് വിദ്യാർത്ഥികളുടെ പ്രവേശനം, ഹാജർ, ക്ലാസ് കയറ്റം, പരീക്ഷ നടത്തിപ്പ്, ഫലപ്രഖ്യാപനം എന്നിവയിൽ അംഗീകാരം നൽകിയിട്ടുള്ള MG സർവകലാശാലയ്ക്ക് സ്ഥാപനത്തിന് മേൽ ഒരു നിയന്ത്രണവുമില്ല. ഇക്കാര്യങ്ങൾ പരിശോധിക്കാൻ പോലും സർവകലാശാല അധികൃതർ തയ്യാറാകാതെയാണ് പ്രിൻസിപ്പൽ ശുപാർശ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് മുഴുവൻ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ വരെ നൽകുന്നത്. വിദ്യാർത്ഥികൾക്ക് മുഴുവൻ ഡിഗ്രി സർട്ടിഫിക്കറ്റും നൽകുന്നത്. CPM ആഭിമുഖ്യമുള്ള സർക്കാർ കോളേജ് അധ്യാപിക സംഘടനയുടെ മുൻ നേതാവും സർവകലാശാല സിൻഡിക്കേറ്റ് അംഗവുമാണ് കോളേജ് പ്രിൻസിപ്പാളായ ഡോക്ടർ ശൈലജ BV. MG സർവകലാശാലയുടെ നിയമങ്ങൾക്ക് വിരുദ്ധമായി നിശ്ചിത ഹാജരോ ക്രെഡിറ്റോ ഇല്ലാതെ SFI നേതാവിന് PG സെമസ്റ്ററിൽ പ്രവേശനം നൽകിയ കോളേജ് പ്രിൻസിപ്പാലിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ പരാതി. ആർഷയെ കോളേജിൽ നിന്ന് പുറത്താക്കണമെന്നും അധികൃതർക്ക് നൽകിയ പരാതിയിൽ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ ആവശ്യമുന്നയിക്കുന്നുണ്ട്.